അഹാന കൃഷ്ണയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട്. സിനിമാ രംഗത്ത് ശോഭിക്കാനായില്ലെങ്കിലും മുൻനിര നായിക നടിമാരെ പോലെ ജനശ്രദ്ധ അഹാന നേടിയെടുത്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ അഹാന ബ്ലോഗിലൂടെ പങ്കുവെക്കാറുമുണ്ട്. എന്നാൽ പ്രണയം, വിവാഹം എന്നീ കാര്യങ്ങളിൽ വലിയ സ്വകാര്യത അഹാന കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതുവരെയും തൻ്റെ പ്രണയത്തെക്കുറിച്ച് അഹാന തുറന്നു പറഞ്ഞിട്ടില്ല. അഹാനയുടെ വിവാഹം ഈ വർഷം ഉണ്ടാകുമെന്ന് ഏറെ നാളായി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളാണ്. ഈ അഭ്യൂഹങ്ങൾക്കിടെയാണ് അഹാന ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. വിവാഹ വിശേഷങ്ങൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റോറികളായി അറിയിക്കാമെന്ന് കരുതി പലരും സബ്സ്ക്രൈബ് ചെയ്തു. 400ഓളം സബ്സ്ക്രൈബ്സ് അഹാനയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ക്രമേണ ഇത് കുറഞ്ഞു. ഇന്ന് 169 സബ്സ്ക്രൈബ്സ് അഹാനയ്ക്കുള്ളൂ. ഇതിന് പല കാരണമുണ്ട്. അഹാനയുടെ വിശേഷങ്ങൾ പണം കൊടുത്ത് കാണാനുള്ള കൗതുകമൊന്നും പലർക്കുമില്ല. കാരണം കുടുംബത്തിലെ ഒരാളുടെയെങ്കിലും മറ്റൊരാളുടെ ബ്ലോഗിലൂടെ വിശേഷങ്ങൾ ആരാധകർ അറിയും. മറ്റൊന്ന്, വിവാഹാഭ്യൂഹങ്ങൾ വന്നതല്ലാതെ മറ്റൊരു സൂചനയും വിവാഹത്താരത്തെക്കുറിച്ച് താരകുടുംബത്തിൽ നിന്ന് വന്നിട്ടില്ല. പൊതുവെ ഒരു കാര്യത്തിലിറങ്ങിയാൽ അത് ഭംഗിയായി പൂർത്തിയാക്കുന്ന ആളാണ് അഹാനയെന്ന് ആരാധകർ പറയാറ്. എന്നാൽ സബ്സ്ക്രിപ്ഷനിൽ അഹാനയുടെ പ്ലാനിങ് തെറ്റി. അഹാന സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കൊണ്ട് സഹോദരിമാരും ഈ നീക്കം തുടങ്ങി. എന്നാൽ ഇത് വിജയകരമായില്ല. ഇഷാനി കൃഷ്ണയ്ക്ക് 39 സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ലഭിച്ചിട്ടുമുള്ളൂ. താരം കുടുംബത്തിലെ വ്ലോഗുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ലഭിക്കാറ് ദിയ കൃഷ്ണയ്ക്കാണ്. കുറെ കൂടി തൻ്റെ ജീവിതം തുറന്നു കാണിക്കുന്ന ആളാണ് ദിയ. എന്നാൽ അഹാനയും ഇഷാനിയും ഇതിന് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇഷാനി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. സോഷ്യൽ മീഡിയയിൽ കുടുംബം മുഴുവൻ ഉള്ളതുകൊണ്ട് ഞാനും ഉണ്ട്. പക്ഷേ സ്വകാര്യ ജീവിതം സ്വകാര്യമാക്കി വെക്കാനാണ് താല്പര്യം. പ്രണയത്തെക്കുറിച്ചോ മറ്റോ പറയാൻ താല്പര്യമില്ല. കാരണം ഭാവിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് ആളുകൾ നമുക്കിടയിൽ ഉപയോഗിക്കും. എന്തിനാണ് വെറുതെ? അറിയേണ്ട സമയത്ത് എല്ലാവരും അറിയും. പബ്ലിക്കായ വ്യക്തിയാണെങ്കിലും ഞാൻ പ്രൈവറ്റാണ്. ബേസിക്കലി താനൊരു പബ്ലിക് പേഴ്സൺ അല്ലെന്ന് ഇഷാനി പറയുകയും ചെയ്തു.